ഈ ഇപ്പൊ നമ്മള് വന്ന റോഡ് ഈയിടെ ഇട്ടതാണോ അതോ? ഇല്ല, ഇത് അതായത് 2016 നമ്മള് ഇതിന്റെ വീതി കൂട്ടിണ്ടായിരുന്നതാ പണിയാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പാർട്ടിക്കാര് കുറച്ച് പേരുണ്ടായിരുന്നു, അവര് നമുക്ക് വീതി തന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കിടന്നിട്ട് പിന്നെ നമ്മൾ പണിതിട്ട് 2023 പണിതേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിന്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ 3 കൊല്ലം മുമ്പ് ചെയ്ത റോഡാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. പാച്ച് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിനാവശ്യം ഉണ്ടായിട്ടില്ല അല്ലെ? ഇതൊക്കെ നമ്മള് വീതി കൂട്ടിയിട്ടതാ, അത് സ്ഥലം വെച്ച് വീതി കൂട്ടിയിട്ടേണതാ. ഇല്ലില്ല, നമ്മള് മതില് കെട്ടിക്കൊടുത്തു, ഗേറ്റും വെച്ചു. റോഡാ ഞങ്ങൾക്ക് MLA ആകെ തന്നേക്കണ സമ്പത്താണ് ഈ റോഡ്. 20 കൊല്ലത്തിന് ശേഷം പണിതേക്കുന്ന ഈ ഇവിടുത്തെ MLA പണിതേക്കുന്ന ഇത് മാത്രം കേട്ടോ. ഇത് പീരാമണി റോഡാ. അപ്പൊ കേരളത്തില് ഇങ്ങനെയും റോഡ് പണിയാം. അപ്പൊ അതാണ് കാര്യം. ഈ റോഡ് എപ്പോ പണിതതാ? 18 കഴിഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല. ആണല്ലേ? 2 വർഷം കൊണ്ട് ഇത് വീതി കൂട്ടിയിട്ട് ഇത് കട്ട വിരിച്ചു വരുന്നതാണ്. ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് വീട്ടുകാരവർക്ക് വെച്ചിട്ട് ഈ റോഡിന് ഇതുള്ള 2 കൂട്ടരുടെ കാരോടിച്ച് റെസീറ്റ് വാങ്ങിയിട്ട് നമ്മള് ഇതേപോലെ ആധാർ കാർഡിന്റെ കോപ്പി വാങ്ങിക്കും. 200 രൂപയുടെ മുദ്രപത്രം വാങ്ങിക്കും ഒരാളും സമിതി. ഇത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ. എന്നിട്ട് നമ്മള് ഈ റോഡിനൊരു പേരിടും. ഇത് എന്റെ വാർഡാണ്. അപ്പൊ ഇവിടെ 3 റോഡ് ഇപ്പൊ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം ഇപ്പൊ കയ്യിൽ നിന്ന് കോൺക്രീറ്റ് സൈഡ് എന്നിട്ട് കോൺക്രീറ്റ് ചെയ്യട്ടോ. സൈഡ് 2 ദിവസം കോൺക്രീറ്റ് ചെയ്യും. പണി തുടങ്ങി അഡന്റെ അങ്ങോട്ട് മുട്ടി അവിടെ ഇതിന്റെ പുറകിലൊരു വീടുണ്ട്. ഇതെപ്പോഴാ തുടങ്ങിയ വർക്ക്? ഞാൻ തുടങ്ങിയ പണി ആണല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എടുക്കുന്ന വർക്കുകൾ നമ്മളുടെ കോൺട്രാക്ടർമാർ തന്നെ എടുത്ത് പണി. ഇപ്പൊ ഇവിടെ നോക്കിയാൽ വലിയ മെറ്റലും ചെറിയ മെറ്റലും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യാറില്ല. അതാണ് കാര്യം, അതാണ് പ്രശ്നം. ആളെ നിർത്തിയിട്ട് JCBക്ക് നമ്മളെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് ഇതിടും, മെറ്റലിടും. എന്നിട്ട് ഇത് കൂട്ടത്തിട്ടിട്ട് അതിന്റെ മേലെ എന്നിട്ട് നമ്മൾ റോഡ് പണി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.